ഹായ് ഗൈസ്, ഞാനിന്നെത്തിയിട്ടുള്ളത് ബുക്ക് റിവ്യൂവിൻ്റെ 18ാമത്തെ എപ്പിസോഡായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾ സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ അങ്ങനെ കുറേ മാൻമാരിനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആരും കേൾക്കാത്ത ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു മാൻ്റെ കഥ അല്ലെങ്കിൽ കോമിക് ബുക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡാൻഡി കോമിക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ഈ സൂപ്പർ ഹീറോൻ്റെ പേര് എന്ന് പറയുന്നത് ബനാന മാൻ എന്നാണ്. ഈ ബുക്കിൻ്റെ പേര് എന്ന് പറയുന്നത് ബനാന മാൻ വെസസ് ബെൻഹാർഹാർ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഈ ഒരു ബുക്ക് ഒരു ഫൺ റൈഡ് തന്നെയാണ്. ഡാൻഡി കോമിക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങളിപ്പോൾ ഇതിൻ്റെ മെയിൻ സ്റ്റോറിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ മുതലേ കണ്ടുവരുന്ന കാർട്ടൂണാണ്. ഇപ്പോൾ പോപ്പായി, അതുപോലെ തന്നെ മറ്റേ ഈ ചോട്ടാ ഭീം, അതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ വളരെയധികം എൻജോയ് ചെയ്തിട്ട് കണ്ടുവരുന്ന കാർട്ടൂൺസാണ്. ഇപ്പോഴൊന്നും അധികം കണ്ടുവരുന്നില്ല, പക്ഷെ പണ്ടൊക്കെ മിക്കവരും ഇരുന്ന് കാണുന്ന ഒരു കാർട്ടൂണായിരുന്നു ഈ പോപ്പായി, അതുപോലെ തന്നെ ചോട്ടാ ഭീമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലഡ്ഡു കഴിച്ചാൽ സൂപ്പർ പവർ കിട്ടും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ചോട്ടാ ഭീം. അതുപോലെ തന്നെ പോപ്പായിക്ക് എന്ത് സ്പിനാച്ചാണ്ട് കഴിച്ചിട്ടാണ് സൂപ്പർ പവർ കിട്ടുന്ന പോലെ കാണിച്ചിട്ടുള്ളത്, ശക്തി കിട്ടുന്ന പോലെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു കോൺസെപ്റ്റാണ് ഇതിൽ. മറ്റേ ലഡ്ഡും സ്പിനാച്ചും എന്നല്ല, നിങ്ങൾ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബനാന, പഴം കഴിച്ചിട്ട് സൂപ്പർ പവർ കിട്ടുന്ന ഒരു സൂപ്പർ ഹീറോൻ്റെ കഥയാണിത്. ഇദ്ദേഹത്തിന് പഴം കുറച്ച് നേരത്തേക്ക് ഈ സൂപ്പർ പവർ നിലനിൽക്കുള്ളൂ. ഒരു പഴം കഴിച്ചാൽ ഇതിനൊരു പഴം കഴിക്കുന്ന സീനൊക്കെ ഉണ്ടാകും. ഈ ഒരു പയ്യനാണ് ബനാന മാൻ. ഈ ഒരു പയ്യൻ പഴം കഴിച്ചിട്ടുള്ള അവസ്ഥ നിങ്ങൾ കണ്ടോ, മറ്റേ ഷസാമിൻ്റെയൊക്കെ പോലെയാവും, വേണ്ട ഇങ്ങനെയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല രസമായിട്ടുള്ളൊരു കഥയാണിത്. നല്ല ഫൺ ഫീൽഡ് ആയിട്ടുള്ളൊരു എൻ്റർടൈനറാണിത്. ഇപ്പോൾ ഷസാമ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയ പയ്യനെ സൂപ്പർ പവർ കിട്ടുന്ന നല്ല ഫൺ ഫീൽഡ് ആയിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്യൂട്ടൊക്കെ വളരെയും കോമഡി ആയിട്ട്, ഇപ്പോൾ ഷസാമിൻ്റെയൊക്കെ ചെറിയൊരു കോപ്പി എന്ന് തന്നെ പറയാം കോമിക് ബുക്കിലത്തെ ഈ ഒരു സ്യൂട്ടിലൊക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല രസമായിട്ട് തന്നെ ഇവർക്കിത് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് ഇവരിത് കഥകളൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഫണ്ണായിട്ടും അതുപോലെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ സൂപ്പർ ഹീറോ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് ഇഷ്ടമല്ലാത്തതെന്ന് പോലെയാണ്, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും സൂപ്പർ ഹീറോ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 66 പേജേ ഉള്ളൂ ഇതിന്, പിന്നെ പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഒറ്റ ലിപിലിരുന്നാണ് വായിച്ചത്. 25 മിനിറ്റിൽ ആണ് ഞാനിത് മൊത്തം വായിച്ചു ചേർത്തത്. എന്തായാലും നല്ല രസമായിട്ടും എൻഗേജിങ് ആയിട്ടും പോകുന്ന ഒരു കോമിക് ബുക്കാണ് നമ്മുടെ ബനാന മാൻ വെസസ് ബെൻഹാർഹാർ. ഫ്രീ ടൈം എങ്ങാനും കിട്ടുമ്പോൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബുക്കിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7.5 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ.